എല്ലാവർക്കും വന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞ ഒരു വർഷമാക്കി ഈ വർഷത്തെ മാറ്റണം. ബൈബിൾ വായനയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ട്യൂൺ ചെയ്യും. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ എല്ലാം ദൈവവചനം കൊണ്ട് നിറച്ചാൽ, സങ്കീർത്തനം പറയുന്നു, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാകും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ എങ്ങനെയാണ് ഇത്രയും നേരമൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നത്? വെറുതെ പ്രസംഗിക്കാൻ പറ്റില്ല. ബൈബിൾ വായനയും പ്രാർത്ഥനയും ഇടതടവില്ലാതെ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ദൂത് പറയാൻ പറ്റില്ല. അക്ഷരം പറയാൻ പറ്റും, അക്ഷരം പഠിച്ചിട്ടും പറയാം, അറിവിൽ നിന്നും പറയാം. എന്നാൽ തക്ക സമയത്ത് ലഭിക്കുന്ന വാക്കുകൾ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്നുള്ളത്, അത് നമ്മൾ വില മുടക്കി തന്നെ ദൈവസന്നിധിക്കണം. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വചനം കൊണ്ട് നിങ്ങളുടെ ഉള്ളത്തെ നിറക്കണം. നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ ദൈവവചനമായിരിക്കണം. ദൈവവചനത്തിലെ ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഇങ്ങനെ കിടക്കണം. ഇന്നത്തെ ദിവസം എൻ്റെ ഉള്ളിൽ ഒരു ഭാഗമാണ് കിടക്കുന്നത്. അതായത് ഹാബേൽ ഉത്തമമായി യാഗം കഴിച്ചു. ഇന്ന് രാവിലെ തൊട്ട് അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചു. അപ്പോൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മെ ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ പറ്റിയ ഒരു ഭാഗം, നമ്മെ തിരുത്താൻ പറ്റിയ ഒരു ഭാഗം, നമ്മെ തൊടുന്ന ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ എപ്പോഴും അയവിറക്കിക്കൊണ്ടിരിക്കണം, ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ആ ധ്യാനത്തിലാണ് തീ കത്തുന്നത്. അപ്പോൾ ദൈവവചനം അകത്തില്ലെങ്കിൽ, ബൈബിൾ വായനയും അതിനോടൊത്തുള്ള പ്രാർത്ഥനയും ഇല്ലെങ്കിൽ നമ്മൾ വരണ്ടു പോകും. അതുകൊണ്ടാണ് പല സഭകളും ഇന്ന് വളരെ വരൾച്ചയിലാണ്. എന്നാൽ ആത്മചൈതന്യമുള്ള സഭകളായി എല്ലാ സഭകളെയും നമുക്ക് തിരിച്ചു പിടിക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതലാണ്. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം സന്തോഷിച്ചു. പൗലോസ് ത്രോവാസിൽ ഒരു മീറ്റിംഗിൽ 20 മണിക്കൂറിലേറെ പ്രസംഗിച്ചു. അതിനിടയിൽ പ്രസംഗം പാതിരാ വരെ നീണ്ടപ്പോൾ ഒരുവൻ അവിടെ എഴുതിയിട്ടുണ്ട്, പാതിരാ വരെ മീറ്റിംഗ് മുന്നോട്ട് പോയെന്നാണ്. പകലല്ല അവൻ ഉറങ്ങിയത്, അവൻ പാതിരാത്രിയിലാണ് ഉറങ്ങിയത്. ഇന്ന് നമ്മൾ സഭയിൽ ഇരുന്ന് ഉറങ്ങുന്നവരെ യൂത്തിക്കോസ് എന്ന് വിളിക്കാറുണ്ട്. അത് ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവൻ രാവിലെ വന്നവനാണ്. മണിക്കൂറുകൾ ഇരുന്ന് പാതിരാത്രി എത്തിയപ്പോഴാണ് അവൻ ഉറങ്ങിയത്. ഇത് യോഗം തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങുന്ന ടീമുകളുണ്ട്. അതൊരു പൈശാചികമാണ്. എന്നാൽ ഇത് അവൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത അത്രയും എന്തൊക്കെയോ കാര്യങ്ങൾ അവനുണ്ടാകാം. ഒരുപക്ഷെ അവന് രോഗമുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനു മുമ്പ് അവൻ ഉറങ്ങിയിട്ടില്ലായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാകാം. അതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ഒരു കാര്യം എല്ലാവരും അറിയണം, ദൈവവചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കാൻ കഴിയും. അതിലും ശേഷമാണെങ്കിൽ ഉറങ്ങുന്നതിൽ തെറ്റില്ല. എന്നാൽ ഈ ഒരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങുന്നവരുണ്ട്. അത് പിശാച് വന്ന് അവരുടെ ഉള്ളിൽ വിതയ്ക്കുന്ന വിത്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ദൈവവചനം കേൾക്കാതിരിക്കുവാൻ, ഗ്രഹിക്കാതിരിക്കേണ്ടതിന് സാത്താൻ വന്ന് അത് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഈ ഉറക്കം വരുന്നത്. അതിനെ ക്ഷീണമെന്നല്ല പറയുന്നത്, പൈശാചികമാണ് ദൈവവചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നത്.
എന്നാൽ യൂത്തിക്കോസ് ഉറങ്ങിയത്, അവൻ യൗവനക്കാരൻ, പാതിരാത്രി അവൻ ഉറങ്ങി. പാതിരാത്രി ആരാണ് ഉറങ്ങാത്തത്? പകല് തുടങ്ങിയ മീറ്റിംഗ് പാതിരാത്രി വരെയും പോയാൽ കേരള സഭയിൽ ആരുണ്ടാകും? ഒറ്റെണ്ണം ഉണ്ടാവില്ല, എല്ലാം ഉറങ്ങിപ്പോവും. അപ്പോൾ അവൻ വീണ് മരിച്ചു. 3-ാം നിലയിൽ നിന്ന് പൗലോസ് അവൻ്റെ മേൽ വീണ് തഴുകി അവൻ ജീവനുള്ളവനായി തിരിച്ചു. മരിച്ച ഒരാളെ പൗലോസ് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അപ്പം നുറുക്കി പുലരും വരെ പ്രസംഗിച്ചു. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ സ്റ്റാൻഡേർഡ്. 24 മണിക്കൂറൊക്കെ ഒരേ ഇരിപ്പിരിക്കുന്ന ഒരു സമൂഹം. 13-ാം വാക്യം, ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പൗലോസിനെ അസോസിൽ വെച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്ക് ഓടി. അവൻ കാൽനടയായി വരാൻ വിചാരിച്ച് അങ്ങനെ ചട്ടം കെട്ടിയിരുന്നു. കിലോമീറ്ററുകൾ നടക്കാൻ മടിയില്ലാത്ത പൗലോസ്. അടുത്തത്, അവൻ അസോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിതുലേനയിൽ എത്തി. അവിടെ നിന്ന് നീക്കി പിറ്റേന്നാൾ ഗിയോസ് ദ്വീപിൻ്റെ തൂക്കിലെത്തി. മറുനാൾ സമോസ് ദ്വീപിൽ അണഞ്ഞു. പിറ്റേന്ന് മിലത്തോസിലെത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൗലോസിൻ്റെ യാത്രകൾ മുഴുവനും വളരെയധികം സാഹസികത കൊണ്ട് നിറഞ്ഞതാണ്. കാൽനടയായിട്ടുള്ള യാത്ര, കപ്പലിലെ യാത്ര, കടലിലൂടെ യാത്ര ചെയ്ത ആൾക്കാരുടെ എണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. മീൻ പിടിക്കാൻ പോകുന്ന ചിലര് ഒരു 5-6 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് തന്നെ നമുക്കൊരാശ്ചര്യമാണ്. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ കടലിലൂടെയാണ് കൂടുതൽ യാത്ര. തിരമാലകളെ അതിജീവിക്കുവാൻ എത്രയോ പ്രാവശ്യം കപ്പൽ അപകടങ്ങളിലെത്താൻ അകപ്പെട്ടു. എത്രയോ പ്രാവശ്യം കടലിലെ ആപത്തുകളിൽപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത്? എല്ലായിടത്തും ഉള്ള ജനങ്ങളുടെ അടുക്കൽ സുവിശേഷം എത്തിക്കുവാൻ എല്ലാ ദ്വീപുകളും ഉപദ്വീപുകളും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തനിക്ക് എത്താൻ കഴിയുന്ന അത്രയും ദൂരങ്ങളിൽ താൻ യാത്ര ചെയ്തു. യാത്ര ചെയ്യുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ജനങ്ങളെ വീണ്ടും ഉറപ്പിക്കാൻ വീണ്ടും അവരുടെ അടുക്കൽ ചെല്ലുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ അവരെ ഒന്നുകൂടി ഭരമേൽപ്പിച്ച് ഇനി തിരിച്ചാ വഴിയില്ലെങ്കിൽ അവരെ ദൈവകരങ്ങളിൽ കൊടുത്ത് അവരെ ബലപ്പെടുത്തി മടങ്ങിപ്പോകുന്ന പൗലോസ്. എന്നാൽ പൗലോസിൻ്റെ പത്രോസിൻ്റെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവസഭ ഉറക്കത്തിലായി. 1600-ാം ആണ്ട് AD 1600-ാം ആണ്ട് ആയപ്പോഴേക്കും മാർട്ടിൻ ലൂതർ, ജോൺ ഹസ് പോലെയുള്ള പലരും എഴുന്നേറ്റ് വന്നു. അവരെഴുന്നേറ്റ് വന്നപ്പോൾ സഭ എഴുന്നേറ്റു. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവർ എഴുന്നേൽക്കുമ്പോഴെല്ലാം സഭ എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്തവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവർ ഇല്ലാതെ വരുമ്പോൾ സഭ ഉറക്കത്തിലാകും. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്, നാം ഉണർന്നാൽ നമ്മുടെ വീട് ഉണരും, നാം ഉണർന്നാൽ നമ്മുടെ സഭ ഉണരും, നാം ഉണർന്നാൽ നമ്മുടെ ദേശം ഉണരും. ഉണർവെന്നുള്ളത് ദൈവം ഇടക്കയക്കുന്ന കാര്യമായിട്ട് തെറ്റിദ്ധരിക്കരുത്. റീനാഡ് ബോങ്കി എന്ന ദേവദാസൻ പറഞ്ഞത്, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ഉണർന്നാൽ മതി. സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ ചലിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഒന്ന് കുലുക്കി മറിക്കാനായിട്ട് കുറേ പേര് സഭയിൽ കുറേ നാളായിട്ട് കുറ്റിയടിച്ചിരിപ്പുണ്ട്. എൻ്റെ കുഞ്ഞെ, ജീവിതകാലത്ത് നീ അത് കാണില്ല. നീ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കാൻ തയ്യാറാകണം. നീ ഉണരാൻ തയ്യാറാകണം. നീ ഉണർന്നാൽ സഭ ഉണരും. അല്ലാതെ ഉണർന്ന ആരെങ്കിലും വന്ന് നിന്നെ ഉണർത്താൻ നീ പ്രാർത്ഥിച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് ഞാനും നിങ്ങളും തീരും. ആർക്ക് ഉണർവിനെ കുറിച്ച് ചിന്ത വരുന്നുവോ
അത് ദൈവിക ചിന്തയാണ്. ഉണർവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉറക്കമാണ്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ വെളുപ്പിന് അല്ലെങ്കിൽ വെളുപ്പിന് 3 മണിക്കൊക്കെ വന്ന് കിടന്നുറങ്ങുന്നവരുണ്ട്. ദൂരയാത്ര കഴിഞ്ഞ് അവര് 3 മണിക്ക് വന്ന് കിടന്നാലും അവർ അലാറം വെച്ചിട്ട് പറയും ഒരു 5 മണിക്ക്. ഇനി അലാറം കേട്ടില്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ആളോടോ ആ മുറിയിലുള്ളവരോടോ പറയും എന്നെ ഒന്ന് 5 മണിക്ക് വിളിച്ചേക്കണേ. അതെടുക്കുന്ന തീരുമാനമാണ്. ഉണർവെന്ന് പറയുന്ന തീരുമാനമാണ്. പൗലോസിന്റെ യാത്ര മുഴുവനും ഉണർവിന്റെ യാത്രകളാണ്. ഉണർന്ന ഒരു മനുഷ്യൻ കാൽനടയായി യാത്ര ചെയ്യുന്നു. ആ മനുഷ്യൻ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ജീവിതം മുഴുവനും സാഹസികമായിട്ട് യാത്ര ചെയ്യുന്നു. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണത്. ആ തീരുമാനത്തെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഇന്നും പല ദൈവദാസന്മാരുണ്ട്, മുതിർന്ന ദൈവദാസന്മാർ. ഡോക്ടർ PG വർഗീസ്, പാസ്റ്റർ MA വർഗീസ്, ഇവരോടൊക്കെ ഇവരുടെ മക്കളും കൊച്ചുമക്കളും നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, ഇനി എങ്ങും പോകരുത്, അപ്പച്ചൻ വീട്ടിലിരിക്കണം. എന്നാൽ ഈ പറഞ്ഞവർ വീട്ടിലിരിക്കുന്നതല്ലാതെ അപ്പച്ചന്മാരെ വീട്ടിലിരിക്കാൻ കിട്ടിയിട്ടില്ല. ഇവർ യാത്രകളിലാണ്. അതായത് ശാരീരികമായിട്ട് ശരീരത്തിൽ ഒട്ടും തന്നെ ബലമില്ല അവർക്ക്. ഓർമ്മയിൽ നല്ലൊരു പങ്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 80 വയസ്സിന് മുകളിലാണ് അവര്. കഴിഞ്ഞ വർഷം തന്നെ PG വർഗീസ് അങ്കിള് ഇപ്പോൾ 85 അടുക്കുന്നു. 84 തോന്നുന്നു. 84 വയസ്സിൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇന്ത്യയുടെ മറ്റേ അറ്റം വരെ പരസ്യയോഗം നടത്തി. മക്കളും കൊച്ചുമക്കളും ഒന്നും സമ്മതിക്കുന്ന കാര്യമല്ല, അവർക്ക് പറ്റുന്ന കാര്യവുമായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഉള്ളിലെ തീരുമാനശേഷിയാണ്. ഉണർവിൻ്റെ ലക്ഷണമാണത്. നമ്മൾ ഉണർവിനെ കുറിച്ച് പഠിച്ച് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഉണർവ് വരുമ്പോൾ ഇന്ത്യ മുഴുവൻ ഒരു ഉണർവടിക്കും. ഇല്ല, ഒരു വ്യക്തിയിലൂടെയാണ്. നീയാണ് ആ ഉണർവിൻ്റെ ആള്. നീ ഉണർന്നാൽ രാജ്യം ഉണരും, നീ തളർന്നാൽ രാജ്യം തളരും. പൗലോസിനെ പോലെയുള്ളവർ അസ്തമിച്ചപ്പോൾ ദൈവസഭയില്ലാതെയായി. പൗലോസിനെ പോലെയുള്ളവർ 1600 എഴുന്നേറ്റപ്പോൾ സഭ എഴുന്നേറ്റ് വന്നു. അതുകൊണ്ട് ഉണർവെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ഒരു മാറ്റമല്ല, ഹൃദയത്തിലെ ഒരു മാറ്റമാണ്. ഉണർവ് ഹൃദയത്തിലാണ്. ഉണർന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ബലമില്ലെങ്കിലും ആ വ്യക്തിക്ക് അവൻ്റെ ഹൃദയത്തിൽ ഉണർവ് നിലനിർത്താൻ കഴിയും. ശരീരമല്ല ഉണർവിനെ തീരുമാനിക്കുന്നത്, പ്രായമല്ല ഉണർവിനെ തീരുമാനിക്കുന്നത്, ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഇന്നിത് കേൾക്കുന്ന ഒരു വ്യക്തി പറയണം, ഞാനാണ് ഈ രാജ്യത്തിൽ ഉണർവ് കൊണ്ടുവരാൻ പോകുന്നത്, ഞാൻ മുഖാന്തരം ഈ രാജ്യം ഉണരും. പൗലോസ് പറഞ്ഞു, ഞാൻ പോയാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. എന്താ കർത്താവിൻ്റെ ദാസൻ അങ്ങനെ പറഞ്ഞത്? ഞാനുള്ള കാലത്തോളം ഒരു ചെന്നായും കയറാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ രാപ്പകൽ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ രാപ്പകൽ ദൈവമായിട്ട് ബന്ധം സൂക്ഷിക്കുന്നവനാണ്. ഞാനുള്ള കാലത്ത് പിശാചിന് ദൈവസഭയെ മറിക്കാൻ കഴിയില്ല. അതിൻ്റെ പേരാണ് ഉണർവ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങളുടെ കാലത്ത് പിശാചിന് വേദന കൂടുതലായിരിക്കും. നിങ്ങളുടെ കാലത്ത് പിശാച് കണ്ണുനീരിലായിരിക്കും. നിങ്ങളുടെ കാലത്ത് പിശാചിന് തലവേദനയായിരിക്കും. നിങ്ങളുടെ കാലത്ത് പിശാച് അലറി വിട്ടുമാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കാലത്ത് പിശാചിൻ്റെ ആശ നശിച്ചു പോകും. നിങ്ങളുടെ കാലം, നിങ്ങൾ എടുത്ത തീരുമാനമാണ് അതിനെല്ലാം കാരണമായി തീരുന്നു. ഈ കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളെടുക്കുന്ന ഉണർവിൻ്റെ തീരുമാനം, അചഞ്ചലമായ തീരുമാനം, ഞങ്ങളുടെ ആയുസ്സിൽ പിശാചിന് കയറാൻ കഴിയാത്ത സഭകൾ ഉണ്ടാക്കാൻ ഞങ്ങളെ ഒരു ഉപകരണമാക്കി കർത്താവ് മാറ്റണമേ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഉണർവിൻ്റെ തീജ്വാലയുണ്ടാകട്ടെ. ഇന്നു മുതൽ ഉണരട്ടെ. ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കും, ഇന്നു മുതൽ ഞാൻ ബൈബിൾ വായിക്കും. അതൊരു ചലഞ്ചായി ഓരോരുത്തരും ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം.
യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഉണർവെന്നുള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ഉണർവെന്ന് പറയുന്നത് അത് ഒരു സീസണിൽ ഉണ്ടായി വരുന്ന കാലാവസ്ഥ വ്യതിയാനമല്ല. അതുകൊണ്ട് ഉണർവില്ലെങ്കിൽ ഉണർവുണ്ടാക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. പ്രിയനെ പോൽ എൻ്റെ പ്രിയനെ പോലാരുമില്ല. യേശുവേ പോലെ ആരുമില്ല. എൻ്റെ പ്രിയനെ പോലാരുമില്ല.
യേശുവിന് എന്റെ മഹത്വം